സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദം ഹവ്വ ദമ്പതികളിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ, ആദം ഹവ്വ ദമ്പതികൾക്ക് ജനിച്ച മക്കൾ കായേൻ, ആബേൽ, സേത്ത് എന്ന് പേര് പറഞ്ഞ 3 മക്കൾ. കായേൻ കൊല ചെയ്ത ആബേൽ, അതിനുശേഷം പേര് പറഞ്ഞ 2 വംശാവലി, കായേൻ്റെ വംശാവലി, സേത്തിൻ്റെ വംശാവലി. അതിനെക്കുറിച്ച് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് സേത്തിൻ്റെ വംശാവലി വരുന്ന, അല്ലെങ്കിൽ ആദത്തിൽ നിന്ന് 10ാം തലമുറയിൽ ജനിച്ച നോഹയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നോഹയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നോഹ നീതിമാനായിരുന്നു, കറയറ്റ മനുഷ്യനായിരുന്നു, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിനോട് ചേർന്ന് ഹേനോക്കിനെ പോലെ ജീവിച്ച മനുഷ്യനായിരുന്നു നോഹ. അതുകൊണ്ട് തന്നെ ദൈവം നോഹയെ പരിപാലിച്ചു. നോഹയ്ക്ക് ചില വിശിഷ്ടമായ ചില സ്ഥാനം ദൈവസന്നിധിയിൽ ലഭിക്കുകയും ചെയ്തു. നോഹയുടെ കാലത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, തിന്മ വർദ്ധിക്കുന്നു എന്നാണ് 6ാമത്തെ അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ തുടങ്ങുന്നത്. ആ ടൈറ്റിൽ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു, 5ാമത്തെ വാക്യം: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് ദൈവം കണ്ടു. മനുഷ്യൻ്റെ ചിന്ത, ഭാവന ദുഷിച്ചത്. മനുഷ്യൻ്റെ ചിന്തയും ഭാവനയും ദുഷിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ ദുഷിച്ചു പോന്നു, സമൂഹവും സമുദായവും ദുഷിച്ചു പോകും. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം ദുഃഖിക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്നു, ഈ ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ദുഃഖമുണ്ടായെങ്കിലും നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി എന്ന് 8ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇത് കഴിഞ്ഞ് നോഹയുടെ ഒരു വംശാവലി കൊടുക്കുന്നു. ആ നോഹയ്ക്ക് വംശാവലി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു, നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായി: ഷേം, ഹാം, യാഫെത്ത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് പ്രളയമുണ്ടായി എന്ന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രളയത്തെക്കുറിച്ച്. പ്രളയമുണ്ടായി, ഭൂമിയിലെ എല്ലാ മനുഷ്യരും നശിച്ചു കഴിഞ്ഞപ്പോൾ നോഹയുടെ 3 മക്കളും അവരുടെ കുടുംബാംഗങ്ങളാണ് പിന്നെ ബാക്കിയുള്ളത്. അവരെക്കുറിച്ച് പറഞ്ഞു, ഷേം, ഹാം, യാഫെത്ത് എന്ന 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമി ആകെ ദുഷിച്ചതായി തീർന്നു, എങ്ങും അക്രമം നടമാടി. കലാപങ്ങളും യുദ്ധങ്ങളും സംഘട്ടനങ്ങളും സംഘർഷങ്ങളെല്ലാം വ്യാപിച്ചു. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു, ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. നോഹയുടെ കുടുംബത്തെ മാത്രം നീതിമാനായിട്ട് കാണുന്ന സമയത്ത് പറയുന്നു, ഭൂമി, മനുഷ്യൻ്റെ പാപം മൂലം ഭൂമി ദുഷിച്ചു പോകുന്നു, ലോകത്തിലെ മനുഷ്യരൊക്കെ ദുർമാർഗികളായി പോകുന്നു, മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം നോഹയോട് പറയുന്നു, ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറയും. ആ പെട്ടകം ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് പറയുന്നു, ഗോഫീർ മരം കൊണ്ട് അത് സൃഷ്ടിക്കണം. ഈ ഗോഫീർ മരത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി ഇത് എവിടെയെങ്കിലും ലോകത്തിൽ ഈ മരം ഉണ്ടോ എന്ന് അറിയുന്ന സമയത്ത് നിങ്ങൾ ഈ അടുത്ത കാലത്ത് നാഷണൽ ജിയോഗ്രാഫിക് ചാനലിൽ വന്ന ന്യൂസാണ്. ഇന്ത്യയിലെ കേരളത്തിൽ എരുമേലി എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ശബരിമലയുടെ അടുത്തുള്ള എരുമേലി, പേട്ടതുള്ളൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്തിനടുത്തുള്ള സർക്കാരിൻ്റെ റിസർവ് വനഭൂമിയിൽ ഗോഫീർ മരം കണ്ടെത്തി. അപ്പോൾ ഈ ഗോഫീർ മരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, വെയിറ്റ് കുറവാണ്. വെള്ളത്തിൽ ഏറ്റവും എളുപ്പത്തിൽ എത്ര ഭാരമുണ്ടെങ്കിലും ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രത്യേക സവിശേഷത ഉള്ള മരമാണ് ഈ ഗോഫീർ മരം. അതുകൊണ്ട് ഗോഫീർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കാൻ നോഹയോട് നിർദ്ദേശിക്കുന്നു. എന്നിട്ട് അതിൻ്റെ സൈസ് പറയുന്നത് 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വെക്കണം. കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കുക. ഞാൻ പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ വചനം വായിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, മോശയുടെ തൊഴിൽ ആടിനെ മേയ്ക്കലും
കൃഷിയും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അന്ന് വരെ ലോകത്ത് പ്രളയമുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യൻ ജലത്തിലൂടെയുള്ള സഞ്ചാരം ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം നോഹയോട് വന്നിട്ട് പറയുകയാണ് പെട്ടകം ഉണ്ടാക്കാൻ അതിൻ്റെ നീളം വീതിയും മരവും ഡിസൈനൊക്കെ പറയുന്നു. നോഹ തൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പലപ്പോഴും വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, എന്നോട് വന്നിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ് ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും എന്നെ കൊണ്ട് സാധിക്കില്ല, അത് അറിയുന്ന ആരെങ്കിലും ഏർപ്പാടാക്കാൻ പറയും. കാരണം ഞാൻ കുഞ്ഞുനാളിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് കാണാൻ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയിട്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് അന്ന് അവർ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ചിരുന്നത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. അവിടെ മലയാളം സംസാരിക്കാൻ അനുവാദമില്ലാത്ത ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ഓഫീസർമാർ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന സമയത്ത് ഞങ്ങളോട് ഇംഗ്ലീഷിലാണ് നിർദ്ദേശം. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ദിസ് ഇസ് ഫ്ലഡ് ഗേറ്റ്, വി ഓപ്പൺ ദിസ് ഗേറ്റ് ആൻഡ് ഇൻസൈഡ് വി കൺസ്ട്രക്ട് ദ ഷിപ്പ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഫിൽ വാട്ടർ ഇൻസൈഡ് ആൻഡ് ഓപ്പൺ ദ ഫ്ലഡ് ഗേറ്റ് ആൻഡ് ദ ഷിപ്പ് ഫ്ലോട്ട്സ് ഔട്ട്. അന്ന് പറഞ്ഞ് ഇപ്പോഴും അന്ന് ബൈഹാർട്ട് പഠിച്ചു വെച്ചതാണ്, ഇപ്പോഴും അത് ഓർമ്മയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പൽ പണിയണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിനടുത്തുള്ള ഒരു ഡ്രൈ ഡോക്ക് വേണം. ആ ഡ്രൈ ഡോക്കിൻ്റെ ഉള്ളിലാണ് ഷിപ്പ് പണിയുന്നത്. ഇത് കഴിഞ്ഞ് വെള്ളം നിറയ്ക്കുകയും പിന്നീട് ഫ്ലഡ് ഗേറ്റ്സ് തുറന്ന് ഈ ഷിപ്പിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ ടെക്നോളജി ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരാളോട്, ഇതൊന്നും അറിയാത്ത ഒരാളോട് കപ്പലുണ്ടാക്കാൻ പറയുന്നു, അല്ലെങ്കിൽ വലിയൊരു പെട്ടകം ഉണ്ടാക്കാൻ പറയുന്നു. അത് 300 മുഴം നീളം എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ല നീളമൊക്കെ ഉള്ള നമ്മുടെ ചുണ്ടൻവള്ളത്തിനേക്കാൾ നീളമുള്ള സാധനം പണിയാനാണ് ഈ പറയുന്നത്. എന്തായാലും ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടോ മറൈൻ എഞ്ചിനീയറിങ്ങോ ഷിപ്പ് ബിൽഡിങ്ങിനെ കുറിച്ചൊന്നും യാതൊരു അടിസ്ഥാനമില്ലാത്ത നോഹ അത് പണിയുന്നു. ആ പണിതതിന് ശേഷം ഇണകളായി അന്ന് ആ ദേശത്തുണ്ടായിരുന്ന മൃഗങ്ങൾ മുഴുവൻ അതിനകത്ത് പ്രവേശിപ്പിക്കുന്നു. അതിന് പുറമെ നോഹയും ഭാര്യയും 3 മക്കളായ ഷേം, ഹാം, യാഫേത്തും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ 8 പേര് ഈ പെട്ടകത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. വീണ്ടും നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് വന്ന് ജലപ്രളയം സംഭവിക്കുന്നു, എല്ലാ മൃഗങ്ങളും ചത്തൊടുങ്ങുന്നു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ നിർത്താതെ 150 ദിവസം മഴ പെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നു 8ാമത്തെ അധ്യായത്തിൽ നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും കന്നുകളിൽ ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി വെള്ളമിറങ്ങി, അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു. അല്ലെങ്കിൽ പ്രളയം ഉണ്ടായത് മുകളിൽ നിന്ന് മഴ പെയ്തിട്ട് മാത്രമല്ല, അടിയിൽ നിന്നുള്ള വെള്ളം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്യൂബ്വെല്ലൊക്കെ ചെയ്യുന്ന സമയത്ത് ഭൂഗർഭജലം മുകളിലേക്ക് കടന്നു വരികയും ആകാശത്തിൻ്റെ ജാലങ്ങൾ അടഞ്ഞ് മഴ നിലയ്ക്കുകയും ചെയ്ത് ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു. അപ്പം 150 ദിവസം നല്ലപോലെ മഴ പെയ്തു. 150 ദിവസം കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞു. അപ്പം 300 ദിവസമായി. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിന്മേൽ ഉറച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ടർക്കി എന്ന രാജ്യത്തുള്ള ഒരു മലനിരകളാണ് ഈ അറാറത്ത് എന്ന് പറയുന്ന പർവ്വതനിര. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ടാണ് ഈ പെട്ടകം നിൽക്കുന്നത്. 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വെള്ളമൊന്നും കുറഞ്ഞിട്ടില്ല. 1-ാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാതായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താനുണ്ടാക്കിയ കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തേക്ക് അയക്കുന്നു. ആ കാക്ക പോയി ശവമൊക്കെ കൊത്തി തിന്ന് അവിടെ നിന്നു, തിരിച്ചു വന്നില്ല. പിന്നീട് പ്രാവിനെ അയക്കുന്നു, പ്രാവ് തിരികെ വരുന്നു, വീണ്ടും ഒരു പ്രാവിനെ അയക്കുന്നു, ഒരു ഒലിവിൻ ശിഖരം കൊത്തി കൊണ്ട് തിരിച്ചു വരുന്നു. അതോടുകൂടി പ്രളയം അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്നു. നോഹ ബലിയർപ്പിക്കുന്നു. ആ ബലിയർപ്പിക്കുകയും നോഹയുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്യും. ഇത് വളരെ ശ്രദ്ധാർഹമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, സകല 9-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. മുൻപ് ആദം ഹവ്വ ദമ്പതികളെ സൃഷ്ടിച്ച സമയത്ത് ചെടികളുടെ ഫലങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ കഴിക്കാനാണ് മനുഷ്യന് അനുവാദം കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ അതുവരെ വെജിറ്റേറിയൻ ആയിരുന്ന മനുഷ്യർക്ക് ഇപ്പോൾ
നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും, ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നാൽ ജീവനോട് കൂടി, അതായത് രക്തത്തോടുകൂടിയ മാംസം ഭക്ഷിക്കരുത്. ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നതിൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി നിറയും. നോഹയ്ക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. ആകെ നോഹയും ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരാണ് ഉള്ളത്. പക്ഷെ ദൈവം അനുഗ്രഹിക്കുന്നു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയും. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയും. തുടർന്ന് നമ്മൾ വായിക്കുന്നു 9-ാമത്തെ വാക്യം. 9-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കും. നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായിട്ട് ഉള്ള ഒരു ഉടമ്പടി. മുൻപ് ആദം ഹവ്വ ദമ്പതികളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നുണ്ട് ദൈവം. ഇവിടെ 2-ാമത്തെ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നു. മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യനെ മുഴുവൻ ഭൂമിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആ നീക്കിക്കളഞ്ഞതിന് ശേഷം നോഹയുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നു. നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതൊരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലത്തിനോടും പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഈ വാക്ക് വീണ്ടും വീണ്ടും പറയണത്, നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളിൽ നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കവും ഉണ്ടാവില്ല. ഭൂമിയെ മുഴുവനായിട്ട് വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിക്കില്ല എന്നൊരു ഉടമ്പടി ചെയ്യുന്നു. ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. ഉടമ്പടി ചെയ്തതിന് പറയുമ്പോൾ സന്താനപുഷ്ടികളെ പെരുകി ഭൂമി മുഴുവൻ നിറയാൻ പറ്റുന്നു. അതോടൊപ്പം മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുവാൻ പറയുന്നു. ഭൂമി ഇനി വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കില്ലെന്ന് പറയുന്നു. വീണ്ടും പറയുന്നു, എൻ്റെ ഉടമ്പടിയുടെ അടയാളത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ അതിനൊരു വാഗ്ദാനമുണ്ട്, അത് ഉറപ്പിക്കുന്നതിൻ്റെ അടയാളമുണ്ട്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. അപ്പം മനുഷ്യനുമായി ഉടമ്പടി ഉണ്ടാക്കി പ്രളയം മൂലം ഭൂമി മുഴുവനെ നശിപ്പിക്കില്ല എന്നെൻ്റെ ഉടമ്പടിയാണ്, അല്ലെങ്കിൽ അടയാളമാണ് മഴവില്ല് എന്ന് പറയുന്നു. വീണ്ടും പറയുന്നു 16-ാമത്തെ വാക്യം, മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയുടെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി എന്നേക്കുമുള്ള ഉടമ്പടിയാണ്. ഇറ്റേണൽ കവനന്റ് ആണ് നോഹയുമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പറയുന്ന സമയത്ത് 2-3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒന്ന്, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ പറയുന്നു. ചരിക്കുന്ന എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും തിന്നുവാനുള്ള അധികാരം നൽകുന്നു. ഇനി ഒരിക്കലും മഴവെള്ളം കൊണ്ട് ഭൂമി മുഴുവൻ നശിപ്പിക്കില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ അടയാളമായിട്ട് മഴവില്ല് സ്ഥാപിക്കുന്നു. അതോടൊപ്പം എല്ലാ ജീവജാലങ്ങളോടുമായി ചെയ്ത ഉടമ്പടി ഓർത്തുകൊണ്ട് ദൈവം നോഹയെ അനുഗ്രഹിക്കുന്നു. ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നു ഈ നോഹയുടെ 3 മക്കളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ആ നോഹയുടെ 3 മക്കളെ കുറിച്ച് കാണുന്ന സമയത്ത് നമ്മൾ ഒരു നരവംശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് നോഹയുടെ മകനായ ഹാമിൻ്റെ പിന്തലമുറയിൽപ്പെട്ട കാനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ ആഫ്രിക്കയിലേക്ക് അവർ പോവുകയും ആഫ്രിക്കയിൽ ദേശത്ത് അവർ വാസമുറപ്പിക്കുകയും, അല്ലെങ്കിൽ ഇന്നത്തെ ഈജിപ്റ്റ്, ടുണീഷ്യ, ലിബിയ, മൊറോക്കോ, എത്യോപ്യ മുതലായ രാജ്യങ്ങൾ, യമൻ മുതലായ രാജ്യങ്ങളിൽ പോയി അവിടെ വാസമുറപ്പിക്കുകയും അവിടെ ഈ ഹാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ മുഴുവൻ അവിടെ താമസമാക്കുകയും ചെയ്തു. യാഫേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ യൂറോപ്പിലേക്കും റഷ്യയിലേക്കും, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ആർമീനിയ എന്ന് വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് പിന്നീട് ക്രൊയേഷ്യയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് യൂറോപ്പിലേക്ക് മുഴുവൻ അവർ വ്യാപിക്കുന്നു. അതുപോലെ റഷ്യയിലേക്കും വ്യാപിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോഹയുടെ 3 പുത്രന്മാരെ കുറിച്ച് ബൈബിളിൽ പേരുകൾ പറയുന്നു. അതിൽ യാഫെത്ത് എന്ന മകൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്ന ജനാവലി. ഹാം എന്ന മകൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് ആഫ്രിക്കയിലെ കാണുന്ന ആളുകൾ. അതുപോലെ തന്നെ ഷേം എന്ന മകൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് ഇറാൻ മുതൽ
അല്ലെങ്കിൽ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സിറിയ, ലെബനൻ, ടർക്കി, സൗദി അറേബ്യ, ബഹ്റൈൻ എന്ന് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടെ ഇസ്രായേലിൽ പോകുന്ന ആളുകൾ മുഴുവൻ ഈ ഷേമിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അവരോട് കൂടിച്ചേർന്ന ആളുകളോ ആണ് ഈ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ, ഇസ്രായേൽ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്ന ആളുകൾ. പിന്നീട് ഇതിൻ്റെ ഇപ്പുറത്തുള്ള ആളുകൾ പിന്നീട് വന്ന മിക്സായിട്ട് വന്ന പല തലമുറ ഈ ജനറേഷനിൽപ്പെട്ട ആളുകൾ മിക്സ് ചെയ്ത് വന്നതാണ് എന്നാണ് ആന്ത്രോപോളജിയിൽ പഠിപ്പിക്കുന്നത്. പിന്നീട് ബൈബിളിൽ ഇല്ലെങ്കിലും ചില സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നത് ഇതിന് ശേഷം നോഹയ്ക്ക് മറ്റൊരു മകൻ ജനിച്ചു. ഇത് ചില സുവിശേഷ പണ്ഡിതന്മാർ അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഗവേഷണത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്. പക്ഷേ ബൈബിളിൽ പറയുന്ന കാര്യമല്ല. എങ്കിൽ പോലും അതിന് ചില അടിസ്ഥാനമുണ്ടെന്ന് തോന്നുന്നു. 4ാമതൊരു മകൻ ജനിച്ചു. ആ മകൻ മംഗോളിയ എന്ന് വിളിക്കപ്പെടുന്ന റഷ്യയുടെയും ചൈനയുടെ ഇടയ്ക്കുള്ള സ്ഥലത്ത് പോയി താമസമാക്കി. ആ ജനം അവിടെ നിന്ന് പുറപ്പെട്ട് പിന്നീട് ചൈനയിലും കൊറിയയിലും ജപ്പാനിലും വിയറ്റ്നാമിലും എന്നുൾപ്പെടെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മുഴുവൻ രാജ്യങ്ങളിലേക്ക് അവർ വ്യാപരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും പറയുന്നുണ്ട് ലോകത്ത് 4 അടിസ്ഥാനപരമായ വംശങ്ങളാണ് ഉള്ളത്. ഈ 4 വംശങ്ങളും നോഹയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, വിശ്വാസത്തോടുകൂടി നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കാണും. ഞാനിതെടുത്ത് പറഞ്ഞത് പലപ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിലെ പല പരാമർശങ്ങൾ വായിക്കുന്ന സമയത്തൊക്കെ പലരും പറയാറുണ്ട് ഇതൊക്കെ വെറും മുത്തശ്ശി കഥകളാണ്, ഇതൊക്കെ വെറും ഇങ്ങനെ എഴുതിക്കൂട്ടിയ കഥകളാണ്, ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനം ഒന്നും ഇല്ല എന്നാണ്. പക്ഷെ DNA ആൻസസ്ട്രി ടെസ്റ്റുകളും മുതലായ ആധുനിക കാലത്തെ കാർബൺ ഡേറ്റിംഗ് മുതലായ പല പരിപാടികളും നടക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ തെളിയിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ബൈബിൾ അടിസ്ഥാനപരമായി ഈ നമുക്ക് നരവംശ ശാസ്ത്രത്തെ മനസ്സിലാക്കി കാണുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നത്. പലപ്പോഴും ഈ ലോകത്തിലെ അടിമ വ്യാപാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ അടിമകളൊക്കെ ആരംഭിച്ചത്. നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് കാണുന്ന ഒരു സംഭവമുണ്ട്. നോഹയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ 9ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള തിരുവാക്യങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. ആ കാണുന്നത് ഇതാണ്: നോഹ മുന്തിരിച്ചെടി നട്ടു വളർത്തുകയും മുന്തിരിങ്ങ ഒരുപാടുണ്ടാകുന്ന സമയത്ത് അത് അവർ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുണ്ട്, ഭക്ഷിച്ച് തീർക്കാൻ പറ്റാതിരുന്ന സമയത്ത് മുന്തിരി ഉപയോഗിച്ച് വീഞ്ഞുണ്ടാക്കുകയും ആ വീഞ്ഞ് അമിതമായി കുടിക്കുകയും അമിതമായി വീഞ്ഞ് കുടിച്ച് എന്താ പറയുക സുബോധം നഷ്ടപ്പെട്ട് ഒരു മദ്യത്തിന് അടിമപ്പെട്ട് വസ്ത്രം പോലുമില്ലാതെ കിടക്കുന്നത് നോഹയുടെ മകനായ ഹാം കാണുന്നു. ആ ഹാം ഇത് കണ്ടതിന് ശേഷം തൻ്റെ 2 സഹോദരന്മാരുടെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുന്നു. അപ്പനായ നോഹ മദ്യപിച്ച് വസ്ത്രമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് മകനായ ഷേം അപ്പൻ്റെ വസ്ത്രമെടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കാതെ പിന്നോക്കം നടന്ന്, അല്ലെങ്കിൽ അപ്പൻ്റെ നഗ്നത കാണാതിരിക്കുന്നതിന് വേണ്ടി റിവേഴ്സ് വാക്കിംഗ് നടത്തി അപ്പൻ്റെ ശരീരത്തിനടുത്തെത്തിയ സമയത്ത് വസ്ത്രമെടുത്ത് അപ്പൻ്റെ ദേഹത്തേക്ക് ഇടുകയും അപ്പൻ്റെ നഗ്നത മറക്കുകയും അപ്പനെ തൻ്റെ കിടപ്പുമുറിയിൽ കൊണ്ട് കിടത്തുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് നോഹയുടെ ഈ അമിതമായ മദ്യപാനത്തിൻ്റെ ഹാങ് ഓവറൊക്കെ മാറി നോർമലായി വന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. ആ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു സങ്കടകരമായ ഒരു കാര്യമുണ്ട്. 3 മക്കളെയും വിളിക്കുന്നു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്നു, 3 മക്കളായ ഹാമും ഷെയ്മും യാഫെത്തും നിൽക്കുന്ന സമയത്ത് പറയുന്നു കാനാൻ ശപിക്കപ്പെടട്ടെ എന്ന് പറയുന്നു. പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ചിലത് ഒരു ലൈംഗിക ഭാവവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഹാമിനെ ശപിക്കുന്നു. ആ ശപിക്കുന്നതിൻ്റെ കാരണം പറയുന്നത് ഹാം അപ്പൻ്റെ നഗ്നത കാണുകയും അത് തൻ്റെ സഹോദരന്മാരോട് പറയുകയും അപ്പനെ ബഹുമാനത്തോടു കൂടിയല്ലാതെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ നോഹ ഹാം ചെയ്ത പ്രവർത്തിക്ക്
കൊടുക്കുന്ന ശിക്ഷ ഹാമിൻ്റെ മകനായ കാനാനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. കാനാൻ ശപിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല അതിന് ആ ശാപവാക്കുകൾ കേട്ടതിന് ശേഷം ഹാമിൻ്റെ നിറം, അതായത് സ്കിൻ ടോൺ കറുത്ത നിറമായി മാറുകയും പിന്നീട് ഹാം എത്യോപ്യയിൽ പോയി താമസമാക്കി എന്നാണ് സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം തന്നെ വേറെ ചില കാര്യങ്ങളും കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് പറയുന്നതാണ് 9-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. കാനാൻ ശപിക്കപ്പെടട്ടെ, അവൻ തൻ്റെ സഹോദരർക്ക് ഹീനമായ ദാസ്യവേല ചെയ്യുന്നവനായിരിക്കും. അവൻ തുറന്നു, ഷേമിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ, കാനാൻ ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ. അതായത് ഹാമിൻ്റെ മകൻ ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ എന്ന് പറയുന്നു. യാഫത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തേ, ഷേമിൻ്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും, കാനാൻ അവന് അടിമയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അടിമയായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അപ്പൻ ശാപവാക്കുകൾ ഉച്ചരിക്കുകയാണ്. അത് പിന്നീട് നമ്മൾ കാണുന്നു. ഈ ആഫ്രിക്കക്കാരുടെ ചരിത്രമൊക്കെ നോക്കുന്ന സമയത്ത് അടിമ വ്യാപാരം തുടങ്ങുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. ആ ആഫ്രിക്കയിലേക്ക് പോകും. ഇതിൻ്റെ കാരണം നമ്മളും കാണുന്നതിന് കാനാൻ പോയി താമസമാക്കുന്നത് എത്യോപ്യയിലാണ്. അവന് അടിമയായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ അപ്പൻ്റെ അപ്പൻ അവനെ അനുഗ്രഹിക്കുന്നത്. അത് പിന്നീട് അവനെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഷേമിൻ്റെ ദാസ്യം വേല ചെയ്യുന്നത്. അപ്പോൾ ദാസ്യവേല ചെയ്യുന്നവനും അടിമവേല ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് കാനാനെ കുടുംബത്തിൽ നിന്ന് അവൻ സ്വയം പുറത്തു പോകുന്നു. ഇത് പിന്നീട് വംശാവലിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ ജനതകളുടെ ഉത്ഭവം എന്ന് പറഞ്ഞിട്ട് ഹാമിൻ്റെയും ഷെയ്മിൻ്റെയും യാഫേത്തിൻ്റെ മക്കൾ വിവിധ സ്ഥലങ്ങളിൽ പോയി ദേശത്ത് പോയി താമസിക്കുകയും ലോകം മുഴുവൻ വ്യാപരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. 10-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കും. ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രം ഇതാണ്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്. അവിടെ നിന്നാണ് ഒറിജിൻ. അവിടെ നിന്ന് ഭൂമിയിലേക്ക് മുഴുവൻ പോകും. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ ജനം മുഴുവൻ പോയെങ്കിലും എങ്കിലും അവിടെ തന്നെ ഇറാഖിലെ ബാബിലോൺ എന്ന് മെസൊപ്പൊട്ടോമിയ എന്നൊക്കെ വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ജനം അമിതമായി അവിടെ കേന്ദ്രീകരണം സംഭവിക്കുന്നു. അങ്ങനെ കേന്ദ്രീകരണം സംഭവിക്കുന്ന സമയത്തും ദൈവികമായൊരു ഇടപെടൽ സംഭവിക്കുന്നു. 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാബേൽ ഗോപുര നിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം നോക്കുന്ന സമയത്ത് 11-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്. അവർ പരസ്പരം നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്നൊരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. അപ്പോൾ പ്രശസ്തി നിലനിർത്താൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. നാം ഭൂമിയാകെ ചിന്നിച്ചെതറിപ്പോകും. ഭൂമിയിൽ മുഴുവൻ ചിന്നി ചെതറി പാർക്കുവാൻ ആണ് ദൈവം നിർദ്ദേശിച്ചത്. പക്ഷേ ഇവർ ഈ ചിന്നിച്ചെതറി പോകുന്നതിന് പകരം ഇവരൊരു സ്ഥലത്ത് വലിയൊരു ഗോപുരം, സ്വർഗത്തോളം ഉയരമുള്ളൊരു ഗോപുരം പണിത് അവിടെ തന്നെ താമസിക്കുവാൻ തീരുമാനിക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടെ നിന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും, അവർ ചെയ്യാനിരിക്കുന്ന തുടക്കമേ ആയിട്ടുള്ളൂ, ചെയ്യാൻ ഒരുപെടുന്നതെന്ന് അവർക്ക് ഇനി അസാധ്യമായിരിക്കില്ല. നമുക്ക് ഇറങ്ങിച്ചെന്നവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അതുകൊണ്ട് ചിന്നിച്ചെതറി പാർക്കുവാൻ ദൈവിക നിർദ്ദേശം കൊടുത്ത് അതനുസരിക്കാതെ ഇരുന്ന ജനത്തെ അവരെ വിവിധ ദേശങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ദൈവം ഭാഷകളെ ഭിന്നിപ്പിക്കും. അങ്ങനെ കർത്താവ് അവരുടെ ഭൂമുത്തലം ചിതറിച്ചു, അവർ പട്ടണം ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേരുണ്ടായത്. അവിടെ കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ച് നാടാകെ ചിതറിച്ചത്. അപ്പോൾ ഈ നോഹയുടെ 3 മക്കളും അവരുടെ മക്കളും മക്കളുടെ മക്കളുമായി വിവിധ ദേശങ്ങളിലേക്ക്, യൂറോപ്പിലേക്കും ആഫ്രിക്കയിലൊക്കെ പോയെങ്കിലും പിന്നെയും കുറേ ആളുകൾ മെസൊപ്പൊട്ടോമിയ ഏരിയ എന്ന സ്ഥലത്ത് ബാബിലോൺ പട്ടണത്തിൽ അവിടെ ഒരു ഗോപുരം നിർമ്മിച്ച് അവിടെ താമസിക്കുന്നു. ദൈവിക നിർദ്ദേശം അനുസരിക്കുന്നില്ല. ദൈവം അവിടെ ഇറങ്ങി വരുന്നു. ആ ദൈവം ഇറങ്ങി വന്ന് ഈ ഗോപുര നിർമ്മാണം നിർത്തുന്നതിനും വിവിധ ദേശങ്ങളിലേക്ക് ഇവർ കടന്നു പോകാൻ വേണ്ടി ഭാഷകളെ ഭിന്നിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന സമയത്ത് ഓരോ ജോഗ്രഫിക്കൽ ബൗണ്ടറി പോകുന്ന സമയത്തും വിവിധ ഭാഷകൾ കാണാനായിട്ട് പറ്റുന്നു.
കേരളത്തിൽ നിന്ന് വാളയാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനം തമിഴ് പറയുന്നു, മംഗലാപുരത്ത് സുള്ളിയെ കഴിഞ്ഞാൽ കന്നഡ പറയുന്നു, അല്ലെങ്കിൽ ഹൊസൂർ കഴിഞ്ഞാൽ വീണ്ടും കന്നഡ പറയുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നായിഡുപേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെലുങ്ക് പറയുന്നു. ഓരോ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറിയിലുള്ളിൽ സമയത്ത് ഓരോ ഭാഷകൾ ജനം സംസാരിക്കുന്നു. വിവിധ ദേശങ്ങളും ഗോത്രങ്ങളും വംശങ്ങളുമായിട്ട് ലോകം മുഴുവൻ വ്യാപരിച്ചത് ഈ നോഹയുടെ തലമുറയിൽ നിന്നാണ്. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് നോഹയുടെ മകനായ ഷേമിൽ നിന്ന്, സേത്തിൽ നിന്ന് തുടങ്ങി നോഹയിലേക്കും, നോഹയിൽ നിന്ന് ഷേമിലേക്കും, ഷേമിൽ നിന്ന് ഒരു വിശുദ്ധ വംശം ഈ ലോകത്തിൽ പാപമർദ്ദിക്കുന്നതിന് മുന്നോട്ട് പോകുന്നു. അത് എബ്രഹാമിലൂടെ തുടരുകയും ചെയ്യുന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ വിഷയത്തെക്കുറിച്ച് വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. കണ്ണുകളടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതാവായ ദൈവമേ, കർത്താവേ, ഞങ്ങൾ ഇന്ന് വായിച്ചതും ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതും ചിന്തിച്ചതും പഠിച്ചതുമായ എല്ലാ വിഷയങ്ങളും ദൈവമേ ഞങ്ങൾ അങ്ങയിൽ നിന്ന് സ്വീകരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവാണല്ലോ ജ്ഞാനവും വിവേകവും നൽകുന്നത്. സോളമന് നൽകിയതുപോലെ ജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതും വായിച്ചതും പ്രാർത്ഥിച്ചതും പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുന്നതിനും കർത്താവെ അത് കേൾക്കുവാൻ താല്പര്യമുള്ള ആളുകളോട് അത് പങ്കുവെച്ചു കൊടുക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.